നമസ്കാരം. മൃഗറോണ എന്ന കഥയുടെ മൂന്നാം ഭാഗം ഇനി കേൾക്കാം. പിറ്റേന്ന് രാവിലെ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേർന്നു. മന്ത്രിമുഖ്യൻ വരയൻ കടുവ തേക്ക് മരത്തിന്റെ ഉയർന്നു നിൽക്കുന്ന വേരിൽ ഉപവിഷ്ടനായി. പോലീസ് ചീഫ് ചീറ്റപ്പുലി തൊട്ടടുത്തു. ബാക്കി മന്ത്രിമാരും ക്ഷണിക്കപ്പെട്ടവരും എത്തി. കൊമ്പങ്കാളയും ഡോക്ടർ പശുപതിയും ഡോക്ടർ ചെമ്പനും പെണ്ണമ്മ കുറുക്കത്തിയുടെ പുറകിൽ ഇരുന്ന് ഗൗരവമായ ചർച്ചയിലായിരുന്നു. മൃഗരാജൻ ഗുഹാകവാടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും എഴുന്നേറ്റ് വണങ്ങി. സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ തന്റെ ആസനത്തിൽ രാജൻ ഉപവിഷ്ടനായി. പിന്നെ ഒന്ന് മുരടനക്കി. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു. നമ്മുടെ കാടിനെ ബാധിച്ചിരിക്കുന്ന വളരെ ഗൗരവമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുമാണ് നിങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്, സിംഹരാജൻ ആമുഖമായി പറഞ്ഞു. കാടിന്റെ ചില ഭാഗങ്ങളിൽ മൃഗങ്ങൾക്ക് പനിയും ചുമയും ബാധിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കൂടുതൽ വലിയ ആരോഗ്യ പ്രശ്നമാണെന്ന് ഇന്നലെ ശ്രീമതി പെണ്ണമ്മയും ആരോഗ്യവകുപ്പ് അധികൃതരും നമ്മെ ബോധിപ്പിക്കുകയുണ്ടായി. പ്രശ്നത്തിന്റെ ഗൗരവം ആരോഗ്യമന്ത്രി നിങ്ങൾക്കെല്ലാവർക്കുമായി വിശദീകരിക്കുന്നതാണ്. തുടർന്ന് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ പെണ്ണമ്മ കുറുക്കത്തി അറിയിച്ചു. അത്തിമരക്കാട്ടിലും സമീപ പ്രദേശങ്ങളിലും പടർന്നു പിടിച്ചിരിക്കുന്ന വൈറസ് വ്യാധിയെക്കുറിച്ചും അതിന്റെ ദൂരവ്യാപക ഫലങ്ങളെക്കുറിച്ചും ഡോക്ടർ ചെമ്പനും ഡോക്ടർ പശുപതിയും സദസ്സിനോട് വിശദീകരിച്ചു. കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരുടെയും മുഖങ്ങൾ വരിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. വിദഗ്ധരുടെയും മന്ത്രിമാരുടെയും ഓരോ വാക്കുകൾക്കും അവർ ചെവിയോർത്തു. ഇനി എന്തെല്ലാം നടപടിക്രമങ്ങളാണ് രോഗം പടരാതിരിക്കാൻ ചെയ്യേണ്ടത്? വരയൻ കടുവ ചോദിച്ചു. അതിനുള്ള ഉത്തരം നൽകിയത് ഡോക്ടർ കൊമ്പനാണ്. ബഹുമാനപ്പെട്ട മൃഗരാജൻ, ഇത്തരം വൈറസ് രോഗങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പല കാടുകളിലും ഇത്തരം പകർച്ചവ്യാധികൾ അനേകം മൃഗങ്ങളെ കൊന്നൊടുക്കിയിട്ടുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ മുത്തച്ഛൻ ഈ കാട് ഭരിച്ചിരുന്ന കാലത്ത് പടർന്നു പിടിച്ച ദീനത്തെക്കുറിച്ച് എൻ്റെ അച്ഛൻ കറമ്പൻ കാളയുടെ ഗവേഷണം അങ്ങും വായിച്ചിട്ടുള്ളതാണല്ലോ. അതുപോലെ പഴയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയൂ. കൊമ്പൻ ദീർഘപ്രഭാഷണത്തിലുള്ള ഒരുക്കമാണെന്ന് കണ്ട് മന്ത്രിപ്രമുഖൻ കടുവ തടഞ്ഞു. സിംഹരാജനും തലകുലുക്കി. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പശുപതി കൊമ്പങ്കാളയെ തന്റെ കൊമ്പ് കൊണ്ട് ഒന്ന് തോണ്ടി. കൊമ്പൻ എല്ലാവരെയും നോക്കി ഒന്ന് തൊണ്ട ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു, രാജൻ, ഇത്തരം അവസരങ്ങളിൽ അങ്ങ് കിഴക്ക് വേലക്കാട് ഭാഗത്ത് കുറച്ചു കാലം മുമ്പ് ഇതുപോലുള്ള പനി പടർന്നു പിടിച്ചപ്പോൾ അവരെടുത്ത മുൻകരുതലുകൾ നമുക്ക് പാഠമാക്കാം. എന്താണവ? വിശദീകരിക്കൂ. മന്ത്രി കൊമ്പനാന. ഏറ്റവും പ്രധാനം അസുഖമുള്ളവരെയും ഇല്ലാത്തവരെയും വേർതിരിക്കലാണ്. കാട്ടിൽ എല്ലായിടത്തും ഉടൻ മൃഗങ്ങൾക്കിടയിൽ ഇക്കാര്യം ബോധവൽക്കരണം നടത്തണം. മറ്റു കാടുകളിലേക്ക് പോകാം, കുറെ ദൂരെ മാറി താമസിക്കാം. ഒരു വിധത്തിലുള്ള പനി ബാധിച്ചവരുമായി അടുത്തിടപഴകാനും പാടുള്ളതല്ല. താമസ സ്ഥലങ്ങൾ ശുചിയാക്കി വെക്കണം. ദിവസം 3-4 തവണയെങ്കിലും ആറ്റിൽ പോയി കൈയും കാലും മുഖവും കഴുകണം. ഭക്ഷണ സാധനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. പ്രത്യേകിച്ചും വവ്വാലുകൾ ചപ്പി വലിച്ചെറിഞ്ഞ പഴങ്ങളും മറ്റും ആരും കഴിക്കാതിരിക്കുക. 3-4 ദിവസം പഴകിയ മാംസം ആരും ഭക്ഷിക്കരുത്. കൊമ്പങ്കാള മാർഗങ്ങൾ വിശദീകരിച്ചു. മരത്തിന്റെ മുകളിൽ താമസിക്കുന്ന എല്ലാവരും മരത്തിന്റെ ചില്ലകൾ കൂട്ടിമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു മാളത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ മൃഗങ്ങൾ താമസിക്കരുത്. പരസ്പരം കാണുമ്പോഴും വിശേഷങ്ങൾ തിരക്കുമ്പോഴും ഒരു നിശ്ചിത അകലം പാലിക്കണം. ഡോക്ടർ ചെമ്പൻ കഴുതപ്പുലിയാണ് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. കഴിയുന്നത്ര സമയം മൃഗങ്ങൾ അവരുടെ മാളത്തിലോ മരക്കൊമ്പിലോ തന്നെ വിശ്രമിക്കണം. രോഗമില്ലാത്ത മൃഗങ്ങൾ ഇറങ്ങി നടക്കുന്നത് സുഖമില്ലാത്തവരിൽ നിന്ന് പനി പകരാൻ ഇടയാക്കും. തുടർന്ന് അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക്. അങ്ങനെ അതൊരു തുടർക്കഥയാകും. പിന്നെ പിടിച്ചാൽ കിട്ടാത്ത നിലയ്ക്ക് എല്ലാവരിലേക്കും അത് പടർന്നു പിടിക്കാം, ഒരു മഹാമാരിയായി. കൊമ്പങ്കാള പറഞ്ഞു നിർത്തി. ഇതിന് പ്രതിരോധമായി മരുന്നൊന്നും ഇല്ലേ? മന്ത്രി കരടിയുടേതാണ് ചോദ്യം. ഇതുവരെ ഇല്ല, ഡോക്ടർ പശുപതി പറഞ്ഞു. തൽക്കാലം പനിക്കുള്ള മരുന്നുകൾ കൊടുക്കാം എന്നല്ലാതെ. ഈ പ്രഭാഷണങ്ങൾ കഴിഞ്ഞപ്പോൾ സദസ്സ് നിശബ്ദമായിരുന്നു. ഒരുതരം ഭീതി എല്ലാവരുടെയും മുഖങ്ങളിൽ കാണാമായിരുന്നു. ഈ വിദഗ്ധർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. മൃഗരാജൻ എഴുന്നേറ്റു. ഈ അപകട സമയത്ത് പരിഭ്രമവും വേവലാതിയുമല്ല വേണ്ടത്, കരുതലാണ്, മുൻകരുതൽ. എല്ലാ മൃഗങ്ങളും ചേർന്ന മുൻകരുതൽ. ഈ കരുതൽ ഞാൻ തന്നെ തുടങ്ങി വെക്കുകയാണ്.
എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അനുസരിക്കേണ്ടതാണ്. അവിടെ കൂടിയിരുന്നവർ കാതുകൂർപ്പിച്ചു, കൽപ്പനകൾ കേൾക്കാനായി. കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും അവർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് ശുചിത്വത്തെക്കുറിച്ചും രോഗം ബാധിച്ചവരിൽ നിന്ന് മാറി താമസിക്കേണ്ടതിനെ കുറിച്ചും സാമൂഹിക അകൽച്ച അനുവർത്തിക്കേണ്ടതിനെ ഉടൻ ബോധവൽക്കരണം നടത്തണം. അതിന് സിംഹവാലൻ കുരങ്ങന്റെയും മരഞ്ചാടി മാർക്കട ശ്രേഷ്ഠന്റെയും നേതൃത്വത്തിൽ 200 പേരെങ്കിലുമുള്ള ഒരു സംഘത്തെ ഉടൻ നിയോഗിക്കുക. ഡോക്ടർ കൊമ്പങ്കാളയും ഡോക്ടർ ചെമ്പനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ കൊടുക്കണം. ആരോഗ്യമന്ത്രിയുടെ മാളം ഈ പ്രശ്നങ്ങൾ ഒഴിയുന്നതുവരെ ഇവരുടെ കൂടി സ്ഥലമായിരിക്കും. കുരങ്ങാന്മാരുടെ ബറ്റാലിയൻ റെഡിയായി അറ്റൻഷനിൽ നിന്നു. അവർ ഇരുന്ന മരക്കൊമ്പുകൾ ആടി ഉലഞ്ഞു. മിസ്റ്റർ ശിക്കാരി, മൃഗരാജന്റെ വിളികെട്ട് പോലീസ് ചീഫ് ചിറ്റപ്പുലി എഴുന്നേറ്റ് അറ്റൻഷനായി നിന്നു. താങ്കളുടെ പോലീസ് സേനയെ മുഴുവൻ റെഡിയാക്കി നിർത്തുക. ഇനി 1 മാസത്തേക്ക് കാട്ടിലെ ഒരൊറ്റ മൃഗമോ പക്ഷിയോ പോലും അനാവശ്യമായി അലഞ്ഞു തിരിയരുത്. എല്ലാവരും അവരവരുടെ മാളങ്ങളിലോ പൊത്തുകളിലോ കൂടുകളിലോ തന്നെ കഴിയണം. രോഗമുള്ളവരോ രോഗസാധ്യതയുള്ളവരോ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. ഈ കൽപ്പന ലംഘിക്കുന്നവരെ ഉടൻ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ജയിലുകളിൽ ഈ കാലയളവിൽ പാർപ്പിക്കുക. അസുഖം ബാധിച്ചവരോ മറ്റോ ആണെങ്കിൽ അവരെ പ്രത്യേകം മാറ്റി താമസിപ്പിക്കുക. മനസ്സിലായല്ലോ? ഉവ്വ് മനസ്സേ, കൽപ്പന പോലെ. ഞാനും എന്റെ ചെന്നായ് പോലീസ് സംഘവും ഉടൻ പുറപ്പെടുകയായി. ഈ വിവരം കാട്ടിലെല്ലാം വിളംബരം ചെയ്യാൻ കുതിരപ്പടയെയും തയ്യാറാക്കാം. ഉത്തരവ്. ചീറ്റപ്പുലിക്ക് യാതൊരു സംശയവുമില്ല. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന സ്വഭാവമാണ് ശിക്കാരിക്ക്. ഇനി രോഗം ബാധിച്ചവരെ ചികിത്സിക്കുന്നതിന് എന്താണ് പരിപാടി? ആ കാര്യം മന്ത്രി കുറുക്കത്തി പറയട്ടെ. രാജൻ പെണ്ണമ്മയുടെ നേരെ നോക്കി. രാജൻ, ഡോക്ടർ പശുപതിയുടെ നേതൃത്വത്തിൽ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ടീം തയ്യാറായി കഴിഞ്ഞു. ഡോക്ടർ ചെമ്പനും ഉപദേശക സമിതിയിലുണ്ട്. എല്ലാ നഴ്സിംഗ് കുട്ടികളോടും തയ്യാറാകാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നഴ്സിംഗ് സൂപ്രണ്ട് വിലക്ഷണ കഴുത എല്ലാവർക്കും വേണ്ട സുരക്ഷാ മാസ്കുകളും കയ്യുറകളും ഏർപ്പാടാക്കുന്നുണ്ട്. മന്ത്രി പറഞ്ഞു. ഗുഡ്. എത്ര ഡോക്ടർമാർ നിങ്ങളുടെ സംഘത്തിലുണ്ടാകും പശുപതി? രാജൻ, 14 പേര് തയ്യാറെടുത്തു കഴിഞ്ഞു. ആവശ്യമെങ്കിൽ എന്റെ സഹപാഠികൾ കാടിന്റെ പല ഭാഗത്തായി ഉണ്ട്. അവരെ കൂടി ചേർക്കാം. ശരി, എങ്കിൽ നമ്മുടെ കൽപ്പനകൾ അക്ഷരം പ്രതി നടപ്പാക്കട്ടെ. എല്ലാം മന്ത്രി പ്രമുഖൻ വരേന്റെ നേതൃത്വത്തിൽ നടക്കണം. എന്താവശ്യത്തിനും ആർക്കും ഏത് സമയത്തും വരേനെ സമീപിക്കാം. വരയൻ കടുവ എഴുന്നേറ്റു. രാജൻ, അങ്ങയുടെ കൽപ്പനകൾ എല്ലാം അനുസരിക്കപ്പെടും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയത് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? രാജൻ, ഈ മൃഗങ്ങൾ 1 മാസം പുറത്തിറങ്ങാതെ വേട്ടയ്ക്ക് പോകാതെ ഇരുന്നാൽ അവർക്ക് ഭക്ഷണം എങ്ങനെ ലഭ്യമാകും? അവ പട്ടിണി കിടന്ന് ചാകാനിടയാകില്ലേ? അതിനൊരു പരിഹാരം നിർദ്ദേശിക്കപ്പെടണം. മന്ത്രിമുഖ്യൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഭക്ഷ്യമന്ത്രി കൊമ്പനാന, എന്ത് നടപടികളാണ് അങ്ങ് കൈക്കൊള്ളാൻ പോകുന്നത്? കൊമ്പനാന തന്റെ തുമ്പിക്കൈ ഉയർത്തി രാജനെയും മറ്റുള്ളവരെയും അഭിവാദ്യം ചെയ്തു. തന്റെ ഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു. ഞങ്ങൾ ആനവർഗത്തിനുള്ള പുല്ലും പനമ്പട്ടിയും മറ്റും ഞങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ ധാരാളമുണ്ട്. 1 മാസം മറ്റ് സ്ഥലങ്ങളിലേക്ക് തീറ്റ പൊതരി പോകേണ്ടി വരില്ല. അതുപോലെ മാനുകൾ, കാട്ടുപോത്തുകൾ, കഴുതകൾ, കാട്ടുകുതിരകൾ, ജിറാഫ് എന്നിവയ്ക്കും അവയുടെ താമസ സ്ഥലത്ത് തന്നെ ധാരാളം പുല്ലും ഇലയും കിട്ടും. കഴിഞ്ഞ മാസം വരെ പെയ്ത നല്ല മഴ ഇവയ്ക്കൊക്കെ തഴച്ചു വളരാൻ ഇടയാക്കിയിട്ടുണ്ട്. താമസിക്കുന്നതിനടുത്തുള്ള ചോലയിലെ വെള്ളവും 1 മാസത്തേക്ക് വറ്റാനിടയില്ല. വേനൽ കടുക്കുവാൻ പോകുന്നതല്ലേ ഉള്ളൂ. മുയലുകൾ, കീരി തുടങ്ങി നിലത്ത് മാളങ്ങളിൽ കഴിയുന്ന ജീവികൾ കഴിയുന്നത്ര കാരറ്റുകളും കിഴങ്ങുകളും ശേഖരിച്ചു വെക്കുക. ആരെങ്കിലും 2 or 3 പേര് പുറത്തുപോയി അവരുടെ താമസ സ്ഥലത്ത് താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇവ മാന്തിയെടുക്കുക, പരസ്പരം പങ്കിട്ടെടുക്കുക. ആന പറഞ്ഞു. ഞങ്ങൾ മാംസബുക്കുകളുടെ കാര്യത്തിൽ വേണ്ട നടപടികൾ ഞാൻ തന്നെ മുൻകൈ എടുക്കാം രാജൻ. മന്ത്രി മുഖ്യൻ ഇടപെട്ടു. ശരി, എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് പ്രധാനം. കാട്ടിലെ എല്ലാ മൃഗങ്ങളും പരസ്പരം സഹായിക്കണം. വിദ്വേഷങ്ങൾ കൊണ്ട് നടക്കാനുള്ള സമയമല്ല ഇത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. രോഗം ബാധിച്ചവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. നമ്മുടെ കൽപ്പനകൾ ലംഘിക്കാനുള്ളതല്ല എന്ന് ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരമുണ്ടായാൽ ശിക്ഷ കടുത്തതായിരിക്കും. ഈ മൃഗറോണക്കെതിരെ നാം മൃഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ കാടിനെ പിടികൂടിയിരിക്കുന്ന ഈ വിപത്തിനെ ചെറുത്തു തോൽപ്പിക്കണം. ഏറ്റവും ചെറിയ ഉറുമ്പുകൾ മുതൽ ഈ ആനകൾ വരെ ഈ യുദ്ധത്തിൽ നമ്മുടെ സൈന്യമാണ്. നാം ഒത്തുപിടിച്ചാൽ തോൽപ്പിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. മൃഗരാജൻ സടകുടഞ്ഞ് ഒന്ന് ഗർജിച്ചു.
അവിടെ സന്നിഹിതരായിരുന്ന മൃഗങ്ങളെല്ലാം അത് ഏറ്റുപിടിച്ചു. ഒന്നായി അമറി, കുരച്ചു, ചിഹ്നം വിളിച്ചു, കൂവി, ഓരിയിട്ടു. ആ ശബ്ദങ്ങൾ കൊണ്ട് കാടാകെ വിറച്ചു. ഒരു പടഹധ്വനി പോലെ അത് കാടെങ്ങും മാറ്റിൽ കൊണ്ടു. അടുത്ത ആഴ്ച ഇതേ ദിവസം നാം എല്ലാം ഇവിടെ ഒത്തുകൂടി സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതാണ്. സിംഹരാജൻ എഴുന്നേറ്റു. സ്വന്തം മാളത്തിലേക്ക് പോകുന്നതിന് പകരം കുറച്ചപ്പുറത്തുള്ള ഒരു പാറക്കെട്ടിനടിയിലെ ചെറിയ ഒളിസ്ഥലത്തേക്ക് നടന്നു. ഇനി ഒരു മാസം ഞാൻ ഇവിടെയായിരിക്കും. നമ്മുടെ റാണിയും മകനും മാത്രം ഗുഹയിൽ. അത് എല്ലാവർക്കുമുള്ള സന്ദേശമായിരുന്നു. കാടിന് മുഴുവൻ മാതൃക. മൃഗങ്ങളെല്ലാം തലകുലുക്കി സമ്മതിച്ചു.